ഹലോ. അപ്പോൾ വാഴ 2 പടമല്ലേ, ആ വാഴ 2 പടം റിലേറ്റബിൾ അല്ലാത്ത കുറേ ആളുകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ആളാണെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ അതിലൊരു ഫാക്ടർ എല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ. അതേത് ഫാക്ടറെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പോൾ വാഴ 2 പടം ശരിക്കും പറഞ്ഞാൽ നല്ല റിലേറ്റബിൾ ആവാൻ മാത്രം ഞാൻ അത്ര ഉഴപ്പത്തിയായിരുന്നില്ല. പിന്നെ ഞാനൊരു പഠിപ്പിസ്റ്റും ആയിരുന്നില്ല. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കുറേ ആളുകളുണ്ട്, സാധാരണ സിനിമയിലൊന്നും കാണിക്കാത്ത. ഒരു ഉഴപ്പുമില്ല, ഒരു പഠിപ്പുമില്ല, അന്ന് ഒരു പ്രേമവുമില്ല, അന്ന് സ്കൂളിൽ എക്സിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ആരും അറിയാത്ത കുറേ തരത്തിലുള്ള ആളുകൾ. ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ പെട്ട ഒരാളായിരുന്നു എന്ന് പറയാം. അങ്ങനെ എൻ്റെ ജീവിതം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ 2 ഒരാളെന്നല്ല പറയണ്ടേ, അതുപോലത്തെ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം, വന്നിട്ടുണ്ടാകും കുറേ. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ടോക്സിക് ആവുന്നത് എങ്ങനെയാണെന്ന് അവർ പോലും അറിയാണ്ട് അവർ ടോക്സിക് ആയിരുന്നു കുറേ എണ്ണം. പക്ഷെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യുന്നു ടോക്സിറ്റി. നമ്മൾ എല്ലാത്തിനും എടുത്ത് കഴിയാൻ പാടില്ലല്ലോ. പക്ഷെ ഈ ഒരു ടീച്ചർ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഥ അവിടെ നിന്ന് തുടങ്ങും. അങ്ങനെ ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മാത്സിൽ പൊട്ടി. ഞാൻ അത്രയും കാലം പരീക്ഷകളൊന്നും പൊട്ടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും, പിന്നെ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്ത മാർക്ക് ഞാൻ ഇപ്പൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊക്കെ അതൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് എൻ്റെ പാരൻസിന്, പ്രത്യേകിച്ച് എൻ്റെ അപ്പന്, ഞാൻ എത്ര മാർക്ക് കൊടുത്താലും കുറവാണെന്നാണ് തോന്നാറ്. കാരണം അങ്ങേർക്ക് എൻ്റെ അടുത്ത് വെച്ച് ഇപ്പോൾ വലിയ കുട്ടിയായ ശേഷം ഞാൻ പറയുന്നു, അങ്ങേർക്ക് എന്നെ കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിച്ച് കുറച്ചുകൂടി കൊണ്ടിട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് 50-ലൊരു 45 കിട്ടിയാലും എനിക്ക് അടി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് 9ൽ പഠിക്കുമ്പോൾ ഞാൻ മാത്സിൽ പൊട്ടി. അങ്ങനെ മാത്സിൽ പൊട്ടി ഞാൻ ആകെ വിഷമിച്ച് വീട്ടിൽ വന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേക്ക് പേപ്പർ അങ്ങോട്ട് ഉണ്ടാക്കി. കാരണം സൈൻ ചെയ്ത് കിട്ടണമല്ലോ അപ്പൻ്റെ. അപ്പോൾ ഞാൻ പിന്നെ അപ്പൻ ചോദിക്കും പേപ്പർ എന്തായെന്ന്. അപ്പോൾ സൈൻ ചെയ്ത് കിട്ടണമെന്നല്ല, അപ്പൻ ചോദിക്കില്ല പേപ്പർ എവിടെ, ഞാൻ സൈൻ ചെയ്യേണ്ടതെന്ന് അപ്പൻ ചോദിക്കും. അപ്പോൾ അപ്പനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേക്ക് പേപ്പർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ ഫേക്ക് പേപ്പർ ഞാൻ ആർക്ക് കാണിച്ചു കൊടുത്തു? ആദ്യം എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ ഫേക്ക് പേപ്പറിൽ എനിക്ക് 41 മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് സത്യത്തിൽ എത്ര മാർക്കായിരുന്നു? സത്യത്തിൽ എനിക്ക് 15.5 മാർക്കോ 16 മാർക്കോ, നമുക്കൊരു 16 വയ്ക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഫേക്ക് പേപ്പറിൽ എനിക്ക് 50-ൽ 41 മാർക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ എന്താ വെച്ചാൽ അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മോള്, അയ്യോ അത് ഭയങ്കര കഷ്ടമായിരുന്നു. അവൾ അതേ ക്ലാസ്സിലുണ്ടായിരുന്നു. അവൾ ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അവൾ വീഡിയോ ഒന്നും കാണാൻ സാധ്യതയില്ല, കാണുന്നുണ്ടെങ്കിൽ ഹായ്. അപ്പോൾ അവളും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ആക്ച്വലി ഒരു ഗുഡ് ഗേൾ ആയിരുന്നു. അപ്പോൾ അവൾ സത്യസന്ധമായിട്ടും അവളോട് വീട്ടിൽ പോയി പറയും, ഇതൊക്കെയായിരുന്നു മാർക്ക്, ഗ്രീമ് പൊട്ടിയെന്നോ തോന്നണേന്ന് അവൾ ഓൾറെഡി അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അതേ അവൾ പൊട്ടിയിട്ട് ഗ്രറ്റെ, അവൾ മാത്സിൽ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എനിക്ക് തോന്നുന്നു അവൾ ഇതിൻ്റെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ടോ. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി അപ്പോൾ തന്നെ പാസ്സായിട്ട് ടൈപ്പ്. ഞാൻ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് എൻ്റെ അമ്മയ്ക്ക് 41 മാർക്കിൻ്റെ പേപ്പർ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ എൻ്റെ അമ്മ കുറച്ച് തമാശക്കാരിയാണ്. അമ്മ പേപ്പർ കണ്ടിട്ട് സീനൊന്നും ഉണ്ടാക്കിയില്ല. അമ്മ എന്നെ ക്രിയേറ്റിവിറ്റിയിൽ എന്നെ അധിക്ഷേപിക്കില്ലല്ലോ, എന്നിട്ട് പറയാം എന്നെ അഭിനന്ദിച്ചു. അമ്മ പറഞ്ഞു വളരെ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട്, പക്ഷേ പേപ്പർ കണ്ടാലറിയാലോ, അമ്മമാർക്ക് കണ്ടാലറിയാലോ നമ്മൾ ചെയ്യുന്ന കള്ളത്തരമൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പറ ഇതിൻ്റെ ശരിക്കുള്ള പേപ്പർ എവിടെ, നീ മാത്സിൽ പൊട്ടിയെന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്ത വിഷമമായിരുന്നു. ജെനുവിൻലി എനിക്കത് ഭയങ്കര, ഞാൻ അങ്ങനെ പഠിക്കാത്ത കൊച്ചെന്ന് പറയാനും എനിക്കിപ്പോൾ പറ്റില്ല. കാരണം ഞാൻ കുറച്ച് എനിക്ക് തന്നെ അറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന്. അങ്ങനത്തെ കുറച്ച് അഹങ്കാരമൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിലുണ്ടാവില്ലേ, ഉള്ളതൊക്കെ നല്ലതാട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ പൊട്ടിയ ശേഷം അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ശരിക്കുള്ള പേപ്പർ എവിടെ, ഇതൊന്നും കൊടുക്കണ്ട അപ്പനെ, ഉള്ള കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യം പറയാൻ എനിക്ക് പേടി ചെയ്ത് കാരണം അമ്മ പറഞ്ഞു, എന്നാൽ ശരി അപ്പനത് അറിയണ്ട, പേപ്പർ എടുക്കുക, ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 15.5 മാർക്ക് കിട്ടിയ പേപ്പറിൽ അമ്മ എനിക്ക് ഒപ്പിട്ട് തന്നു. അമ്മ അത് സീനൊന്നും നോക്കിയില്ല. അമ്മ പറഞ്ഞു ശരി ഞാൻ അത് കൊണ്ടുകൊടുക്കാൻ തോന്നുന്നു. അമ്മ നീ കൊണ്ടുകൊടുത്തോ, ടീച്ചർ കൊണ്ടുകൊടുത്തു തോന്നുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ പൊട്ടിയ പേപ്പറും കൊണ്ടിട്ട് ഞാൻ മാമിന് കൊണ്ടുകൊടുത്തു. മാം ചോദിച്ചു വീട്ടിലെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലോണം കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ ശരിക്കും. അങ്ങനെ എന്നാൽ രസമുള്ളതൊന്നും അറിഞ്ഞില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അപ്പനോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനോട് പറഞ്ഞില്ല എന്ന്. അപ്പനോട് പറഞ്ഞു നാളെ അപ്പൻ്റെ സൈൻ മേടിച്ചിട്ട് വരാൻ. ഇനിയല്ലേ പ്രശ്നം, അപ്പൻ്റെ സൈൻ എങ്ങനെ കിട്ടും? അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്. അപ്പോൾ എൻ്റെ അമ്മ കുറച്ച് ഗുഡ് മദർ ആയിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര സ്ട്രെസ്സാവും ഈ സംഭവം. അപ്പനോട് പറഞ്ഞാൽ ആകെ സീനാവും, വെറുതെ അപ്പനോടൊന്നും പറയണ്ട. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറ്റിയത്, എന്താ ശരിക്കും പഠിക്കാൻ പറ്റാണ്ടായത്, എന്താ നിനക്ക് കുഴപ്പമുണ്ടായത്? കാരണം ഒരു 8ാം ക്ലാസ് വരെ എന്നെ മാത്സ് പഠിപ്പിച്ചായിരുന്നു അമ്മയെ. അപ്പോൾ എനിക്ക് ഒരു 8ാം ക്ലാസ് വരെ ഒന്ന് 50-50 കിട്ടിയെന്നല്ല, എന്നാലും ഒരു 45-40 ഇടയ്ക്ക് 8 വരെ എനിക്ക് മാത്സിൽ മാർക്കുണ്ട്. ഞാൻ 9ാം ക്ലാസ് കിട്ടുമ്പോൾ മാത്സിൽ പൊട്ടി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം, എന്താ കാര്യം? അപ്പോൾ എൻ്റെ അനിയത്തി അന്ന് ചെറുതായിട്ട്, എനിക്ക് കുറേ ലേറ്റ് ബോൺ ആയിട്ട് എനിക്കൊരു അനിയത്തി ഉണ്ട്. അപ്പോൾ അവൾ വളർന്നു വരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അവളെ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള വിഷമം കൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ പഠിക്കാം, എനിക്കിപ്പോൾ പുതിയ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കൊരു ഫാക്റ്റായിരുന്നു. കാരണം
ഞങ്ങൾ സ്ഥിരം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ എനിക്ക് തോന്നുന്നു മാം പ്രസവിക്കാൻ എന്തോ പോയി, മാം ഡെലിവറിക്ക് വേണ്ടിയിട്ട് മാം വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് അല്ല മാത്സ് പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. വളരെ നല്ല കണക്ക് ടീച്ചറായിരുന്നു, വളരെ നന്നായി പഠിപ്പിക്കുമായിരുന്നു. മാം ഡെലിവറിക്ക് വേണ്ടി പോയ സമയത്ത് ഒരു സ്പെയർ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. സ്പെയർ ആയിട്ട് പിന്നെ പെർമനൻ്റ് ആയി എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സ്പെയർ ടീച്ചർ പഠിപ്പിക്കുന്നത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ടീച്ചറാണെങ്കിൽ ഇത്രയും കാലം നമ്മുടെ മറ്റേ ടീച്ചർ പഠിപ്പിക്കും, ഞാൻ മറ്റേ ടീച്ചറിന് നമുക്ക് തങ്കമണി ടീച്ചർ എന്ന് പേരിടും, തങ്കമണി ടീച്ചറും രമണി ടീച്ചറും. അപ്പോൾ തങ്കമണി ടീച്ചർ നന്നായി പഠിപ്പിക്കുമായിരുന്നു, രമണി ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. 2-3 പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ ചോദിച്ചു രമണി ടീച്ചറോട്, രമണി ടീച്ചർ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും പറഞ്ഞു തരുമോ. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ടീച്ചർ പറഞ്ഞു ഈ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായില്ല, ഗ്രീമയ്ക്ക് മാത്രം എന്താ മനസ്സിലാവാതിരിക്കുക. അപ്പോൾ എല്ലാ പൊട്ടന്മാരും പൊട്ടത്തേകളും കൂടി ചിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ചോദിക്കലും നിർത്തി. ഞാൻ വിചാരിച്ചു എന്ത് തേങ്ങകളാവട്ടെ, അങ്ങനെ പോയി എനിക്കൊന്നും മനസ്സിലാവണ്ടേ. അതും 9th മാത്സൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് തീരെ മനസ്സിലാവേണ്ടതെന്ന് ഒരു ചുക്കും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പരീക്ഷ. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പൊട്ടി. അപ്പോൾ അങ്ങനെ ടീച്ചർ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം ചോദിച്ചു എവിടെ ഗ്രീമയുടെ പേപ്പർ എവിടെ എന്ന് ചോദിച്ചു. അപ്പൻ്റെ സൈൻ അല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ സൈൻ ഇതിനകത്തില്ല, അമ്മ PTA മീറ്റിങ്ങിന് വരുമ്പോൾ അമ്മ അത് കാരണം മാമിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ്റെ സൈൻ ഇടാത്തതിൻ്റെ റീസൺ അങ്ങനെ ഒരു റീസണായി. അപ്പോൾ മാം പറഞ്ഞു നിൻ്റെ അമ്മ വരുമ്പോൾ ഞാനൊന്ന് കാണട്ടെ, ഏതാണ്ട് ഞാൻ നുണ പറഞ്ഞ വരികയായിരുന്നു ടീച്ചർ. അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെ കുറച്ച് ചില്ലമ്മയാണ്, അനാവശ്യമായിട്ട് സീനൊന്നും ഉണ്ടാക്കി എനിക്ക് അടിയൊന്നും കിട്ടണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ ചെയ്യുന്നതാണെന്ന് എനിക്ക് പറയുന്നത്. പക്ഷേ ഞാനൊന്നും പറയില്ല. അങ്ങനെ PTA മീറ്റിങ്ങും ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന ദിവസം വന്നു. പ്രോഗ്രസ് കാർഡ് ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു ദിവസം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം എൻ്റെ അമ്മ സ്കൂളിൽ വന്നു, എൻ്റെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു, അനിയത്തിക്ക് 3 വയസ്സ് എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്യാനായിട്ട് ടീച്ചറിൻ്റെ അടുത്ത് അമ്മ അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഗ്രീം കൊടുത്തിട്ട് ഗ്രീം അവിടെ പോയി തോന്നുന്നു, ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ടീച്ചറുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു, അതെന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല കേട്ടോ. ഒരു വരി മാത്രം ഞാൻ കേട്ടു. ടീച്ചർ ശരിക്കും പഠിപ്പിക്കാഞ്ഞിട്ടല്ലേ കുട്ടിക്ക് ഇത് മനസ്സിലാവാഞ്ഞത്, സംശയം ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ആയിരുന്നു എന്ന് അത്രമാത്രം ഞാൻ കേട്ടിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് വല്ലത് ഇഷ്ടാവോ എന്നൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു അമ്മ പറയേണ്ട കാര്യം തന്നെയാണ്, ടീച്ചർ ശരിക്കും എൻ്റെ കുട്ടിയുടെ ഡൗട്ട്സ് ഒന്നും ക്ലാരിഫൈ ചെയ്ത് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പീരീഡ് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിന്, അത് ഉച്ച കഴിഞ്ഞിട്ടാണോ അത് പിറ്റേ ദിവസമാണോ എന്ന് എനിക്കറിയില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് അല്ലല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പീരീഡിൽ ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എൻ്റെ അമ്മ കുറച്ച് ഔട്ട് സ്പോക്കൺ തിരുമേനിയായിട്ടുള്ള ആളാണ്, അത് കാരണം കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു ഗ്രീം അമ്മയുടെ അടുത്ത് പറഞ്ഞോ ഞാൻ നന്നായിട്ട് ക്ലാസ് പഠിപ്പിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ എന്താ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഇത് എന്നോടാണല്ലോ ചോദ്യം എന്നുള്ളത്. ഗ്രീം അവിടെ എഴുന്നേറ്റുന്നതെന്ന്. അപ്പം ഞാൻ എഴുന്നേറ്റുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗ്രീം ആ ബെഞ്ചിന് മുകളിൽ കയറുന്നതെന്ന്. ബെഞ്ചിന് മുകളിൽ കയറുക, ഡെസ്കിന് മുകളിൽ കയറുക, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. കാരണം അതൊക്കെയും ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിക്ക് നമ്മളെ അപമാനിക്കുന്ന, നമ്മളുടെ സ്റ്റാൻഡേർഡിന് താഴെ വയ്ക്കുന്ന കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ള ബോധം എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബെഞ്ചിൽ കയറിയില്ല. എന്താ പറഞ്ഞത് കേട്ടൂടെ, ബെഞ്ചിൽ കയറുന്നൂടെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ത്രെട്ടനിങ് ആണ്, വെറുതെ അടി മേടിക്കേണ്ട, കയറി നിൽക്കാം, ആ മാമിൻ്റെ ഈഗോ അല്ലേ തീർന്നോട്ടെ. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ഞാൻ അന്നേ കുറച്ചധികം സെൻസിബിളായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മാമിൻ്റെ ഈഗോ അതങ്ങ് വിട്ടു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഞ്ചിന് മുകളിൽ കയറുന്നു. ബെഞ്ചിന് മുകളിൽ കയറുന്നപ്പോൾ എന്നോട് ചോദിച്ചു ഗ്രീമിക്ക് മറ്റുള്ള സബ്ജക്ട്സിലൊക്കെ എത്രയോ മാർക്കെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെയും എനിക്ക് 40-ന് മുകളിൽ മാർക്കുണ്ട്. അതങ്ങനെ തല കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്നും ഇന്നും ഇപ്പം ഞാൻ റിസർച്ചും പരിപാടികളൊക്കെയാണ്, തല കുത്തിയിരുന്ന് പഠിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അപൂർവമൊക്കെ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാത്തിലും ഇങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പം മാം പറഞ്ഞു കണ്ട ഇത് നീ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് തോറ്റതാണ്. ഇങ്ങനെയല്ല ഒരു മനുഷ്യൻ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് പരീക്ഷയിൽ തോക്കുക. എന്നോട് പറഞ്ഞു ബാക്കിയുള്ള എല്ലാത്തിലും നിനക്ക് 40-ന് മുകളിൽ മാർക്കുണ്ട്, ഈ പരീക്ഷയിൽ മാത്രം നിനക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞ് 15.5 മാർക്ക് നീ വാങ്ങിയത് മനഃപൂർവ്വം എന്നെ അപമാനിക്കണമെന്ന് വിചാരിച്ചിട്ട് തോറ്റതാണ്, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാവും. അത് രണ്ടും എനിക്കത് വല്ലാണ്ടൊരു ബുദ്ധിയില്ലാത്തതുകൊണ്ടെന്നുള്ളത് കുറച്ചുകൂടി എന്നെ വിഷമിപ്പിച്ചത് വേണം പറയാനായിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ എത്രയും മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ഞാൻ പൊട്ടിയിട്ടുണ്ട്, അതിന് മുമ്പത്തെ ക്ലാസ് ടെസ്റ്റിൽ ഞാൻ പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ 25-ൽ നിനക്ക് 9 അതിന് മുമ്പത്തെ ക്ലാസ് ടെസ്റ്റിൽ നിനക്ക് 25-ൽ 8. അതിൻ്റെ അർത്ഥം നിനക്ക് ശരിക്കും കണക്ക് പഠിക്കാനായിട്ട് ബുദ്ധി ഇല്ല, നിനക്ക് കണക്ക് അറിയില്ല. എന്നിട്ടാണ് നീ വീട്ടിൽ നിന്ന് കുറ്റങ്ങളൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടെന്ന് നിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇവിടെ കാര്യം പറയാൻ പറഞ്ഞതും. ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഈ മാമിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയും?
എൻ്റെ കണ്ണൊക്കെ നന്നായി നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ 9 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിക്കിടാവാന്ന് ആലോചിക്കണം. ഞാനാണെങ്കിൽ ശരീര വളർച്ച അന്നും അത് ഒരുപാടൊന്നുമില്ല, ഞാനൊരു ചെറിയ കിടാവായിരുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ട് മാം അങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ ഇരുന്നോട്ടെ, സോറി മാം, എൻ്റെ അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിക്കുക, ഇത് ഞാൻ അന്ന് പറഞ്ഞു എന്നുള്ളതാണ്, സാറിൽ വിട്ടേക്ക് ക്ഷമിക്കുക. അപ്പം മാം എങ്ങനെ ഞാനത് നിന്നോട് പറയാം, എന്താ അവിടെ നടന്നേന്നറിയോ, നിൻ്റെ അമ്മ സ്റ്റാഫ് റൂമിൽ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു, എന്നെ വിഷമിപ്പിച്ചു. അപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ ഒരു സ്റ്റാൻഡേർഡിന് താഴെയൊന്നും എൻ്റെ അമ്മ നിൽക്കുന്ന ആളല്ല, അമ്മ ഒരു നേരായ വഴി പറഞ്ഞു കാണും, ഇവളെ കുറച്ചുകൂടി കറക്റ്റായിട്ട് പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന്. അതല്ലാതെ ആരെ അപമാനിക്കാനൊന്നും ഒരു അമ്മയും ചെയ്യില്ല. ഈ ഒരു സൈഡിൽ ടീച്ചർ അങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ബസ് ടീച്ചർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക, കണ്ടില്ലേ ഇവൾക്ക് മാർക്കില്ല എന്ന് പറയുമ്പോഴത്തേനും ക്ലാസ്സിലല്ലേ ചിരിക്കും, കണ്ടില്ലേ ഇവൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, അന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചേ, സത്യം പറഞ്ഞാൽ വാഴയിൽ പോലെ അത്ര ഒരുമയൊന്നും എൻ്റെ ക്ലാസ്സിൽ അന്നത്തെ പിള്ളേർക്ക്, എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഏതൊക്കെയോ പിള്ളേരെന്ന് എൻ്റെ അടുത്ത് കുറച്ച് ദയവോടെ എന്നെ നോക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ചിരിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലായി, എനിക്ക് അവരോടൊന്നും കുഴപ്പമില്ല കേട്ടോ, എനിക്കറിയാം അന്നൊക്കെ നമ്മൾ ചെറിയ പിള്ളേരല്ലേ, ചെറിയ പിള്ളേർക്കൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാനിങ്ങനെ ആലോചിച്ചു, ഷോ ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ മിസ്സേ എന്നൊക്കെ ഞാനിങ്ങനെ ഓരോ മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ അടി എൻ്റെ, നീ ഒരു കാലത്തും നീ പഠിച്ച് നന്നാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല, നിൻ്റെ അമ്മ വെറുതെ ഒരു പ്രതീക്ഷ നിൻ്റെ കയ്യിൽ വെക്കുക എന്നൂടെ അവസാനത്തെ ഒരു ഡയലോഗ് അവർ പറഞ്ഞു. അവരിപ്പോൾ ഞാനീ ചെയ്യുന്നതും ഞാനിപ്പോൾ എന്താണെന്നൊക്കെ ഓരോ വില കാണുന്നുണ്ടാണാവുക, അതൊക്കെ പോട്ടെ. പക്ഷെ അവരന്ന് പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് അത് കൊണ്ടു. അതായത് മാത്സിൽ പിന്നെ ഞാൻ എത്ര പൊട്ടിയാലും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, എനിക്കിനി മുട്ട കിട്ടിയാലും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവരന്ന് പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് ശരിക്കും ഫീൽ ബാഡായി. അതിന് ശേഷം എപ്പോൾ മാത്സ് പഠിക്കാനിരുന്നാലും എനിക്ക് തോന്നും ഇതെനിക്ക് കിട്ടില്ല. അതൊക്കെ പോട്ടെ, കാലഘട്ടം കഴിഞ്ഞു. റിസർച്ച് ചെയ്യുന്ന കാലത്ത് പിന്നെ ഞാൻ സ്റ്റാറ്റ്സ് ചെയ്യുമ്പോൾ എനിക്ക് പേടി, ഞാൻ ചെയ്ത സ്റ്റാറ്റ്സ് സോഫ്റ്റ്വെയറിലിട്ട് ചെയ്ത സ്റ്റാറ്റ്സ് വരെ ഞാൻ പിന്നെയും ഇരുത്തും കണക്ക് കൂട്ടും, ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോയെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലും ബോർഡിൽ പിള്ളേർ പഠിപ്പിക്കുമ്പോൾ വരെ എനിക്കൊരു ടെൻഷൻ വരും, ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണോ, ഞാൻ ചെയ്ത ഈ സയൻറ്റിഫിക് സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയൊക്കെ ശരി തന്നെയാണോ എന്ന്. അത്രയും വലിയൊരു ട്രോമ ആ മിസ് എനിക്ക് ശരിക്കും തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ടെൻഷൻ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ മിസ്സ് ഇന്നിപ്പോൾ എനിക്ക് അവരൊക്കെ പ്രായമുണ്ട്, അവരുടെ ആ ചെറിയ പ്രായത്തിൽ ബോധക്കേട് കൊണ്ട് ചെയ്ത കാര്യമില്ലേ എന്ന് ഞാനിപ്പം ആലോചിക്കുമ്പോഴും ആ ചെറിയ കുട്ടിയായിരുന്ന എനിക്കില്ലേ അവർ തന്ന ഒരു ട്രോമയാണ്. അങ്ങനെ വാഴ 2-ൽ എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾ ആ ഒരു ടോക്സിക് ടീച്ചർ മാത്രമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വാഴ 2-ൽ പോലെ അത്രയും ടോക്സിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴ 2-ലെ ലെവൽ വേറെയാണ്, എന്നാൽ ഇവർക്ക് എൻ്റെ ലെവൽ, എൻ്റെ മനസ്സിലുള്ള ലെവലും വേറെയാണ്. പിന്നീട് എനിക്ക് ഇവരെ കാണണമെന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിവർ പേര് പോലും മറന്നുപോയി, ഇവർ ആരായിരുന്നു എന്ന് വരെ ഞാൻ മറന്നുപോയി. 9ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച അവരാരായിരുന്നു എന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അന്നേ തന്നെ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ്, ഞാനങ്ങനെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. ശരിക്കും പറഞ്ഞു എത്രയൊക്കെ കോൺഫിഡൻസ് താണ് ഞാൻ വീണൊക്കെ ഉരുണ്ട് പോകും, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരും. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, എന്നാലും ഈ മിസ്സ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ ബൈ ദ വേ വാഴ നല്ലൊരു പടമാണ് കേട്ടോ, മിക്കവാറും ആളുകൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ റിലേറ്റബിൾ ആവുന്നുണ്ടല്ലോ ഈ പടം. അടുത്ത സ്റ്റോറി ടൈം വീഡിയോ ആയിട്ട് ഞാൻ വരാം, അടുത്ത ലോങ് വീഡിയോ കണ്ടന്റ് ഞാൻ ആലോചിക്കട്ടെ അടുത്തത് എന്ത് ടോപ്പിക് ഉണ്ട്. അപ്പോൾ ശരി ബൈ. ഇതുപോലത്തെ ടോക്സിക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച 9ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ടീച്ചറോട് പറയാനൊന്നും പോകണ്ട, ആ ടീച്ചർ ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ, നമുക്ക് പിന്നെ കാണാം.